ദൈവത്തിന് സ്തോത്രം. ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 34:18. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ജീവിതത്തിൽ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, വഞ്ചനകൾ, രോഗങ്ങൾ, പ്രതീക്ഷകൾ തകരുന്ന നിമിഷങ്ങൾ, ഇവയൊക്കെയാണ് നമ്മെ ഹൃദയം തകർന്നവരാക്കുന്നത്. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത്. അവൻ രാജാവല്ല, ജയശാലിയുമല്ല. അവൻ ഓടിക്കളഞ്ഞവൻ, ഭയത്തിലായവൻ, ഒറ്റപ്പെട്ടവൻ. ഈ അവസ്ഥയിൽ നിന്നാണ് അവൻ പറയുന്നത്, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ പുറത്ത് ചിരിക്കുന്നവരുണ്ടെങ്കിലും ഉള്ളിലുള്ള വേദന ആരോടും പറയാൻ കഴിയാതെ അകത്ത് വേദനിക്കുന്നവരുണ്ട്. ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എനിക്കിനി മുന്നോട്ടൊരു പ്രതീക്ഷയുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് തോന്നുന്നവരുണ്ട്. ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. ദൈവവചനം പറയുന്നു, ദൈവം ശക്തന്മാരോട് മാത്രമല്ല തകർന്നവരോടാണ് അടുത്തിരിക്കുന്നത്. ലോകം നമ്മോട് പറയുന്നത്, നീ ശക്തനാവണം, കരയരുത്. പക്ഷെ ദൈവം പറയുന്നു, നീ തകർന്നിരിക്കുമ്പോൾ ഞാൻ നിന്റെ അടുത്തിരിക്കുന്നു. ദൈവം ദൂരെ ഇരിക്കുന്നവനല്ല. നമ്മുടെ കണ്ണുനീർ ദൈവം കാണുന്നു. നമ്മളുടെ നിശബ്ദ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നമ്മൾക്ക് പറയാൻ കഴിയാത്ത വേദന അവൻ മനസ്സിലാക്കുന്നു. യേശു തന്നെ പറഞ്ഞു, അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. ദൈവത്തിൻ്റെ സാമീപ്യം അർത്ഥമാക്കുന്നത് ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ കടന്നു പോകുന്ന ഈ അവസ്ഥ സ്ഥിരമല്ല. നമ്മൾ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് അപ്പുറത്തൊരു ദൈവിക ഉദ്ദേശമുണ്ട്. നമ്മൾ തകർന്നിരിക്കുമ്പോൾ ദൈവം ഏറ്റവും അടുത്തിരിക്കുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവം വെറും ആശ്വാസം മാത്രം നൽകുന്നില്ല, ദൈവം വിടുവിക്കുന്നു. നിരാശയിലായിരിക്കുന്ന മക്കളെ പ്രത്യാശയിലേക്ക് നടത്തുന്നു. ഭയത്തിലായിരിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നടത്തുന്നു. മരണത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവരെ ജീവിതത്തിലേക്ക് നടത്തുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന മക്കളെ, ഇന്ന് ആരെങ്കിലും തകർന്ന ഹൃദയത്തോടെയാണോ വചനം ശ്രദ്ധിക്കുന്നത്? വചനം പറയുന്നു, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനായിരിക്കുന്നു. കരയുന്ന ഒരു ദൈവവേദന്റെ കണ്ണുനീർ ദൈവത്തിന്റെ കണ്ണിൽ വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ മക്കളുടെ വേദന ദൈവം മറന്നു കളയുന്നില്ല. ഇന്ന് ദൈവം ഓരോ മക്കളോടും പറയുന്നത്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ അടുത്തിരിക്കുന്നു എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം. ഇന്ന് തകർന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ. തകർന്നിരിക്കുന്ന ഓരോ മക്കളുടെ വേദനയിൽ ദൈവം അടുത്തിരിക്കുന്നു എന്ന് അനുഭവിച്ചറിയാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.